നമ്മളിപ്പോൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് അവർക്കൊരു ബിസിനസ് ഇൻകം ഉണ്ടാവുക, ആ ഒരു ആംഗിളിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ ലീഗൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? ആക്ച്വലി ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അതിന് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്ന് നമ്മൾ ഈ സെക്ഷൻ 215 ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ റിലീഫാണ്, അല്ലെങ്കിൽ റിലീഫ് ഓഫ് പൂർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ യോഗ, ഇതൊക്കെയാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റി. ഇതൊന്നും അല്ലാതെ വേറെ ഒരു ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അവർക്ക് എന്താണോ ജനറൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ളത് അതാണ് അവരുടെ ഒരു ബേസിക് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രസ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി ആണ് അവരുടെ ഇന്റൻഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ടോട്ടൽ റെസിപ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ റെസിപ്റ്റിൻ്റെ 20% കൂടുതൽ ഈ ബിസിനസ് ഇൻകത്തിൽ നിന്നാണെന്ന് വിചാരിക്കും, ബിസിനസ് റിലേറ്റഡ് ഈ ഒരു എക്സംഷൻ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതല്ല, ഇനി നേരത്തെ 4 ലിംസുകളുണ്ടല്ലോ, ഇപ്പോൾ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മെഡിക്കൽ റിലീഫ്, യോഗ, റിലീഫ് ഓഫ് പൂർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ 20% എന്നുള്ളത്, അതായത് മറ്റേത് 20% കൂടെ പോയി കഴിഞ്ഞാൽ എക്സംഷനെ തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അതത്ര വിഷയമുള്ള കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസിഡൻ്റൽ ടു ദ ട്രസ്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും. അപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ്, അതായത് നമുക്കൊരു ഫാർമസി ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ നമ്മൾ പ്രൈമറിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ബിസിനസ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഫാർമസി മാത്രമായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സാണ്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഒരു ഫാർമസി ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ അത് ഇൻസിഡൻ്റൽ ടു ദ ബിസിനസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ പുസ്തകമൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ അത് ഇൻസിഡൻ്റൽ ടു ദ മെയിൻ ഒബ്ജക്റ്റ് ആണ്, എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇൻസിഡൻ്റൽ ടു ദ മെയിൻ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. നേരത്തെ പോലെ തന്നെ അതിന് ചിലപ്പോൾ ഒരു എക്സംഷൻ പോകാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ടാക്സ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്.